ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ 1-2 വീഡിയോസിൽ ഞാനൊരു ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വീട്ടിൽ വന്നിട്ട് എന്നെ കൂട്ടി പോവുകയാണ് കേട്ടോ. ജുബി അജു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോളും മരുവനാണ് കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. കാരണം ഞങ്ങളുടെ വീട് നിൽക്കുന്നത് കൊണ്ടോട്ടിയാണ്. ഹോസ്പിറ്റൽ മുക്കത്താണ്. മുക്കം KMCT ഹോസ്പിറ്റലാണ്. അപ്പോൾ അതാ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ കുറേ ദൂരം പോകാണ്ട്. രാവിലെ നേരത്തെ എത്തിക്കുകയാണെങ്കിൽ വണ്ടി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദൂരം പോയിട്ട് വണ്ടി വെച്ച് അവിടെ നിന്ന് അങ്ങോട്ട് വരണം. അത് നല്ല റിസ്ക്കാണ് കാര്യം. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ നിന്ന് അതാ ജുബി പിന്നെ അവിടെ നിന്ന് ഷീട്ടൊക്കെ എടുത്ത് നിൽക്കണം. അപ്പോൾ അജുവിനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. കാരണം ഇവിടെ തിരക്ക് കൂടുന്നതിന് മുന്നേ വന്നിട്ടേ വേഗം കാണിച്ച് പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഇതാ കണ്ടോ, എത്ര വണ്ടികളൊക്കെ നേരെ പോക്കിന് ഹോസ്പിറ്റലിൽ എത്തിയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അപ്പം ഇല്ല. അവർ പറഞ്ഞ് അപ്പുറത്തേക്ക് മാറ്റിയിടണമെന്ന്. അങ്ങനെ ഇതാ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടേക്ക് വന്ന് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പോരാനുള്ള സൗകര്യങ്ങളും രാവിലെ ഒരു പേഷ്യൻറ്റിന് വളരെ തൃപ്തിപ്പെട്ടാണ് നമ്മൾ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിങ്ങനെ പുറത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നിൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കട്ടോ. പിന്നെ പോകുന്നത് അറിഞ്ഞിട്ടുണ്ടായിട്ട് പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടാണെങ്കിൽ കുട്ടികളൊക്കെ ഇത് കണ്ടിരുന്നോളും. കണ്ടോ, ലാസ്റ്റ് തന്നെ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ ഷീട്ടൊക്കെ എത്തിപ്പെടുന്നതാണ് കുറച്ച് റിസ്ക്. പിന്നെ സ്വന്തം വണ്ടിയുള്ളവർക്ക് കാണിക്കാനും വേണ്ടിയിട്ട് പോണ വഴിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ ഈ ക്യാൻറ്റീൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇവിടെ ചായ കോഫി പിന്നെ അത്യാവശ്യം ഒരു പേഷ്യൻറ്റിന് ആവശ്യമുള്ള സംഗതി അങ്ങനെ ഞാനതാ ജുബിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. അത് നല്ലൊരു ആശ്വാസമാണ്. നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ OPയിലെത്തുമ്പോൾ വലിയ തിരക്കൊന്നും അവിടെ കാണുന്നില്ല. അപ്പം ഡോക്ടർ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ. ഈ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കുറേ നേരം നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ വരുമ്പോൾ അതൊരു സന്തോഷത്തിനായിട്ടല്ല വരുന്നത്. പക്ഷേ ഒരു പ്രസവം കാര്യം അങ്ങനെ ഒരു ഡെലിവറി കേസാണെങ്കിൽ നമുക്ക് അതൊരു സന്തോഷമായിട്ട് തോന്നും ചെയ്യും. അങ്ങനെയാണല്ലോ അത്. അങ്ങനത്തെ കുറേ നേരം ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് അതാ ജുബിയോടെ അങ്ങനെ ഇരിക്കുകയാണ്. ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വിട്ട് അവിടെ മാറി നിൽക്കുകയാണ്. എന്താ ഇവർ ആദ്യത്തെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടും OP ഷീട്ടൊക്കെ വെച്ച് നോക്കിയാലും നല്ല ചർച്ചയിലാണ്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നുന്നു. ഏതായാലും എനിക്കിതൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ വരാനായെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ റൂമിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ കാണിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജുബിനെ കാണിക്കുന്നത് ഐശ്വര്യ മാഡത്തിനാണ് കേട്ടോ. ഈ ഐശ്വര്യ മാഡം ഇതിൻ്റെ മുന്നേ ഞാനും ഈ മാഡത്തിനായിരുന്നു കാണിച്ചിരുന്നത്. എന്തുകൊണ്ട് എൻ്റെ മനസ്സിന് വളരെ തൃപ്തിപ്പെട്ട ഒരു ഡോക്ടറാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ജുബിനെ കാണിക്കാനും വേണ്ടിയിട്ടും ഈ മാഡത്തിനെ തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. മാഡം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും അതുപോലെ നമ്മളായിട്ടും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനൊക്കെ പറ്റിയൊരു ഡോക്ടറാണ്. ഇങ്ങനെയുള്ള എല്ലാ ഡോക്ടർമാരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള ചുരുക്കം ചില ഡോക്ടർമാരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അവിടെ അപ്പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ അവിചാരിതമായിട്ട് ഞങ്ങൾക്ക് അന്ന് എന്താ പറയുക, ഡോക്ടർ പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുക. അഡ്മിറ്റായി. കണ്ടോ ജുബിൻ്റെ കയ്യിൽ. അപ്പോൾ ഏതായാലും ആ കാര്യത്തിലൊരു തീരുമാനമായി. ഏതായാലും നിൽക്കല്ലാതെ മാർഗമില്ല. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇതാ വാർഡിലെത്തി നോക്കുമ്പോൾ വാർഡിൽ നിറയെ പേഷ്യൻസ് ഉണ്ട് കേട്ടോ.
അവിടെ ഒറ്റ ബെഡ് പോലും വന്ന് ഒഴിവില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ ഡോക്ടർ ഏതായാലും ഞങ്ങൾക്കൊരു ബെഡൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്കാനിങ് എടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അങ്ങനെ ഓളെ ബി.പിയും ഷുഗറൊക്കെ ഒന്ന് നോർമലായിന്. ഇനി എപ്പോഴാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്, അതായത് ബി.പിയും ഷുഗറും കൂടുമ്പോൾ വേഗം ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇൻഷാ അള്ളാ അങ്ങനെയൊന്നും ഇല്ലാതാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.